അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യ സഹോദരന്മാരെ, നേതാക്കന്മാരെ, മണക്കാട് വലിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതാണ് പരിശുദ്ധമായ ഈ പുണ്യ റമദാൻ മാസം. മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് അഡ്ഹോക് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ സ്നേഹവിരുന്ന് 2026 ഇവിടെ നടക്കുന്നത്. മണക്കാട് വലിയ മുസ്ലിം ജമാഅത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ജനകീയ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിച്ചത്. അതിന് അവസരം തന്ന അള്ളാഹുവിന് സർവസ്തുതി. മുൻകാലങ്ങളിൽ ഇവിടെ ഇഫ്താറുകൾ നടന്നിരുന്നുവെങ്കിലും ഇത്രയും വളരെ വലിയ തോതിലുള്ള ഒരു ജനകീയ സംരംഭമായി ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതവും അതിനോടൊപ്പം തന്നെ അവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുക. ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ മണക്കാട് വലിയ പള്ളി ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിൽ ഒരുമിച്ച് കൂടിയ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, മണക്കാട് വലിയ ജമാഅത്ത് പള്ളിയുടെ കീഴിൽ ഇങ്ങനെ ഒരു ജനകീയ ഇഫ്താർ സംഘടിപ്പിച്ച കമ്മിറ്റി ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ആദ്യമായി ആശംസകൾ അറിയിക്കുകയാണ്. കാരണം ഇത്തരം സ്നേഹ കൂട്ടായ്മകൾ, ഒരുമിച്ച് കൂടലുകൾ നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാനും പരസ്പരം അകറ്റാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ശക്തമായ ഒരു സന്ദേശം നൽകാനും ഉതകും എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ അകറ്റാൻ ശ്രമിക്കുന്ന ശക്തികൾ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടാനും അവരെ ഒരേപോലെ സ്നേഹ സാഹോദര്യത്തോടു കൂടി ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രവൃത്തിയായി രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തിൽ റമദാൻ വിടവാങ്ങാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റമദാനിൽ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത മുഴുവൻ മൂല്യങ്ങളും തുടർന്നുള്ള കാലങ്ങളിൽ
നമ്മുടെ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ അതിൻ്റെ ഊഷ്മളത നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ്റെ ആശംസകൾ നേരുന്നു. പെരുന്നാളിൽ ഈ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ വർഷത്തെ റംസാൻ നോമ്പ് എടുക്കൽ വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതെല്ലാം ഭംഗിയായി തീരട്ടെ. ഈ പെരുന്നാളാകുമ്പോഴേക്കും എല്ലാം സമാധാനം തിരിച്ചു വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പരിശുദ്ധ റമദാനിൻ്റെ ഒരുമിച്ചുകൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബിതങ്ങൾ പരിശുദ്ധ റമദാനിനെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കാണ് ഷഹറുൽ മുവാസാത്ത്. പരിശുദ്ധമായ റമദാൻ പരസ്പരം പങ്കുവെക്കലിൻ്റെ, ഒത്തുചേരലിൻ്റെ, സ്നേഹം പ്രകടിപ്പിക്കലിൻ്റെ മാസമാണ് എന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ആ മാസത്തിൽ തിരുവനന്തപുരം മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ ഒരു നോമ്പ് നിറ സംഘടിപ്പിക്കുമ്പോൾ ആ വാക്ക് അനർത്ഥമാകുകയാണ്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. അപ്പോൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമുദായങ്ങൾ ഇവിടെ ആൾക്കാരുടെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു കൈകോർക്കലാണ് ഒരു സമൂഹ നോമ്പ് തുറ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളോട് ഇവിടെ പറയുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രമുഖരായ നേതാക്കളുടെ ഈ ആശംസകൾ നേടാനുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ വെറുപ്പിൻ്റെ ലോകത്തിൽ നിന്നും നമ്മെ സ്നേഹത്തിൻ്റെയും ഒരുമയിലെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, ഇഫ്താർ വരുന്നകൾ, സംഗമങ്ങൾ നമുക്ക് ശക്തി പകരുമെന്നുള്ള കാര്യം സംശയമില്ല. വെറുപ്പിൻ്റെ ലോകമല്ല ഭാരതത്തിൻ്റെ അടിത്തറ. നമ്മളെല്ലാവരും ഒരുമയോടെ, ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ ഇതുപോലുള്ള സംഗമങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. സർവ്വലോകരക്ഷിതാവായ ഗഫൂർ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും കബൂൾ ചെയ്യട്ടെ. ഈ ഇഫ്താർ സംഗമവും ഈ ഒരുമിച്ച് ചേരലിനെയും അല്ലാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പരിപാടി ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ മറ്റു മതങ്ങളെ കൂടി അവരുടെ സ്നേഹം കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സംരംഭത്തിൽ പ്രതി തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാട്ടുകാരെ, മണക്കാട് വലിയപള്ളി ജമാഅത്ത് ഇന്ന് സംഘടിപ്പിച്ച ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർക്കും ആശംസകൾ നേരുന്നു. ഏവർക്കും പ്രധാന ആശംസകൾ. ഈ ചടങ്ങിന് ക്ഷണിച്ച എല്ലാവർക്കും ആദ്യം ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇത്രയും നല്ലൊരു വിരുന്ന് സംഘടിപ്പിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു. ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ രാവുകളിലാണ് അള്ളാഹു എല്ലാവരുടെയും ആ ഒരു നോമ്പിനെ സ്വീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സ്മരണായ പണ്ഡിതന്മാരെ, പരിശുദ്ധമായ റമദാനിൽ മണക്കാട് വലിയപള്ളി ജമാഅത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം കൂടിയിരിക്കാൻ, ഒരുമിച്ചിരിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചിന്തകളുമുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ചിരുത്തി ഈ തരത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട മണക്കാട് വലിയപള്ളി ജമാഅത്ത് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ സൗഹൃദ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർക്കും മുഴുവൻ നാട്ടുകാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ആദ്യമായി ആശംസകൾ നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച ഈ ജമാഅത്ത് അക്കോ കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു ഈ നോമ്പ് തുറക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. വലിയ പള്ളി ജമാഅത്ത് കൗൺസിൽ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കഴിഞ്ഞ പുണ്യദിനങ്ങൾ നമ്മുടെ സ്വർണം സ്ഫുടം ചെയ്തതുപോലെ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്ത് സ്വർണ്ണതുല്യമായി
നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മോടൊപ്പം കഴിയേണ്ടിയിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ച സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് അവരുടെ ചെയ്തികൾ അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാം. മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇഫ്താർ സംഗമം, ഇതിൽ ഏറ്റവും മെയിനായിട്ടെന്ന് പറയാൻ പറ്റിയത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളൊരു മുന്നറിയിപ്പും ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. മരണം വരെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നതോടൊപ്പം എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. അസ്സലാം. ഏറെ ആദരണീയനായവരെ, ഇത്തരത്തിലൊരു യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന സഹനത്തിൻ്റെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും. മണക്കാട് വലിയപള്ളി ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഇഫ്താർ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ സുലൈമ ഹാജിക്കും അഡ്വക്കേറ്റ് കമ്മിറ്റിക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഇഫ്താറിൽ ഇവിടെ ക്ഷണിക്കപ്പെട്ടെത്തിയ എല്ലാ അതിഥികൾക്കും അഖൈതവമായ നന്ദി കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു ഈ പരിശുദ്ധമായ ഈ ഇഫ്താറിന് സ്വീകരിക്കണേ പടച്ചവനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. ഇതിന് സഹായികളായവരെ നീ സഹായിക്കണേ പടച്ചവനെ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഇതിനുവേണ്ടി സഹായികളായ മുഴുവൻ പേരുടെയും എല്ലാവിധ പാവങ്ങളെയും പൊരുത്തപ്പെട്ടു കൊടുക്കുകയും നാളെ നരകമോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് തമ്പുരാനെ. ലോകത്ത് ശാന്തിയും സമാധാനവും നൽകി അല്ലാഹു നീ അനുഗ്രഹിക്കണമേ പടച്ചവനെ. ഞങ്ങളോടും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരോടും നീ കരുണ ചെയ്യണമേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ അവൻ്റെ അടിമകളായ മനുഷ്യർ അള്ളാഹു ആദരിച്ചത്. അള്ളാഹു അവരെ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. വലഖദ് കറംന ബനി ആദം. അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആദരിക്കുകയും ആ ആദരവിൻ്റെ ഭാഗമായി ലോകം മുഴുവൻ മനുഷ്യ സമൂഹം ഉണ്ടായി വരികയും ചെയ്തിരിക്കുന്നു. ഇത്തരം സമൂഹങ്ങളെ കോർത്തിണക്കി അള്ളാഹു ആദരിച്ച സൃഷ്ടിയായ മനുഷ്യരെ ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉണ്ടാക്കാൻ വേണ്ടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈ അഡ്വോക്കേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പൊതുപരിപാടിയിൽ ജനകീയ ഇഫ്താർ സംഗമ സൗഹൃദവേദിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരാൾക്ക് പേരും വ്യക്തയും പറയുന്നില്ല, എല്ലാവരും ബഹുമാനം അറിയിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة